ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സാരി ബ്ലൗസാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ബ്ലൗസ് സംബന്ധിച്ച് 3 വീഡിയോസ് ഞാൻ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്ന വിധം, മറ്റൊന്ന് ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് കട്ട് ചെയ്യുന്ന വിധം, വേറൊന്ന് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ നിന്ന് അളവെടുക്കുന്ന വിധം. എല്ലാറ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. വിത്ത് ബ്ലൗസിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ബ്ലൗസ് പീസാണിത്. ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2x2 ബ്ലൗസ് കട്ട് ചെയ്തതിനേക്കാളും വിഡ്ത്ത് ഒരു 1/2 ഇഞ്ച് നിങ്ങൾ കൂടുതൽ എടുക്കണം. ഓരോ കട്ടിങ്സിലും 1/2 ഇഞ്ച് വിഡ്ത്ത് അധികം വെക്കണം. ബാക്ക്, ഫ്രണ്ട്, സ്ലീവ് എല്ലാത്തിലും 1/2 ഇഞ്ച് അധികം വെക്കണം. അതേപോലെ ഫ്രണ്ടിലെ ബാൻഡ്, ലൈനിങ് ഫുള്ള് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഈസി മെത്തേഡിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല ക്ലോത്ത് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്യുന്നില്ല. ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിൻ്റെ ശേഷമാണ് കട്ട് ചെയ്യുന്നത്. എല്ലാ കട്ടിങ്സും ഞാൻ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പിൻ ചെയ്യുകയോ അല്ലെങ്കിൽ സെലോ ടേപ്പ് കൊണ്ട് സ്റ്റിക്ക് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം. ഒരു ഈസി മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾ സ്വീകരിച്ചാൽ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ പറ്റും. സ്ലീവിൻ്റെ കാര്യത്തിലും ഒരു ഈസി മെത്തേഡിലാണ് ചെയ്യുന്നത്. കസവിൻ്റെ, സിൽക്കിൻ്റെ എല്ലാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണല്ലോ ലൈനിങ് വെക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള സ്ലീവിൻ്റെ ലെങ്ത്ത് ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ 10 ഇഞ്ചസാണ് സ്ലീവിൻ്റെ ലെങ്ത്ത്. നിങ്ങളത് എത്രയാണെന്ന് വെച്ചാൽ അത്. അതിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചും കൂടി ഞാൻ അധികം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ലൈൻ ഇട്ടിട്ടുണ്ട് വൈറ്റ്. അതാണ് ചെയ്യുന്ന വിധം. അപ്പോൾ കസവാകുമ്പോൾ ഇവിടെ ഇപ്പം കസവിൻ്റെ ഇതായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡർ ആങ്കിൽ അതായിരിക്കും. അപ്പോൾ ഇത് തുന്നത്തുണിയാണ്. ഇവിടെ ഞാൻ കണ്ടില്ല ഒരു എറോ മാർക്കിട്ട ഇത്ര വരെയാണ്. ഇതാണ് ശരിയായ ആക്ച്വൽ ബ്ലൗസ് തുന്നിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇത്. അപ്പോൾ ഈ ഒരു ചെറിയ സ്ഥലം സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിൽ പോകുന്നതാണ്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇത് നല്ല ഭാഗത്തിൻ്റെ മുകളിലാണ് ലൈനിങ് വെക്കേണ്ടത്. എന്നാലേ മറിച്ചിടാൻ സാധിക്കുള്ളൂ. ഇനി രണ്ടാമത് മടക്കി തുന്നുന്നില്ലല്ലോ, ഹെം ചെയ്യുന്നില്ലല്ലോ. അതാണ് മെത്തേഡ്. ലൈനിങ്ങിൻ്റെ മേലെ പ്രസ് ചെയ്തടിക്കുക. എന്നാൽ മറിച്ചിടാൻ എളുപ്പമാണ്. ഇനി ലൈനിങ് നല്ല ക്ലോത്തിൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ബാക്കി വരുന്ന ക്ലോത്ത് കട്ട് ചെയ്യുന്നത്. ബാക്ക് പീസ്, അതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ട പാകത്തിൽ. ഇനി ഫ്രണ്ട് 2 പീസ്, പിന്നെ സ്ലീവ്, ബാൻഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ടക്ക് ഇടുകയാണ്. ഞാൻ ഇതിനു മുമ്പേ വീഡിയോയിൽ കാണിച്ചത് കൊണ്ടാണ് ഇതധികം കാണിക്കാത്തത്. ഫ്രണ്ടും എല്ലാം ടക്കിട്ട് വെച്ചിട്ടുണ്ട്.
ബ്ലൗസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൽ മുമ്പ് ചെയ്ത 3 വീഡിയോസിൻ്റെ ലിങ്കും ഇടുന്നുണ്ട്. അതിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.